നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്, അവസാനം വരെ കാണുക. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ റീച്ച് വരുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചാനലിലേക്ക് വ്യൂ വരുന്നില്ല, സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല, നിങ്ങളുടെ ചാനൽ ഡെഡ് ആയ ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ ചാനൽ നിങ്ങൾ ഒരു പക്ഷേ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് നിങ്ങളുടെ ചാനലിന്റെ റീച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, നിങ്ങളുടെ ചാനൽ ഡെഡ് ആയിട്ടുണ്ടാകും. അപ്പോൾ എന്താണ് ഈ പ്രശ്നം എന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ ഇപ്പം ഡെഡ് ആയി കിടക്കുന്ന ചാനലിനെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പുതിയ ചാനൽ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ പുതിയ ചാനൽ നിങ്ങൾ ചെയ്യാതിരുന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മറക്കാവുന്ന ഫോളോ ചെയ്തേക്കുക. അതായത് യൂട്യൂബിന് കുറേയധികം പോളിസീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ പോളിസീസ് ഒക്കെ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ യൂട്യൂബ് ചാനൽ നിലനിൽക്കത്തുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് എന്തെങ്കിലും പോളിസിയുടെ പേരിൽ നമ്മുടെ ചാനൽ ഡിലീറ്റ് ചെയ്ത് കളയും, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്ത് കളയും, മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുത്തും. അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഒരു യൂട്യൂബറിനെ സംബന്ധിച്ച് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നമ്മൾ ഈ കാരണങ്ങൾ കൊണ്ട്, അതായത് ഒന്നുകിൽ യൂട്യൂബിന്റെ പോളിസി കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും നമ്മുടെ ചാനലിലെ വീഡിയോകൾ ഡിലീറ്റ് ചെയ്യാറുണ്ട്, അല്ലേ? സാധാരണ ഇപ്പൊ എന്തെങ്കിലും പോളിസി വയലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് ഡിലീറ്റ് ചെയ്യേണ്ടതായിരുന്നു. ചില സ്പോൺസർഷിപ്പ് വീഡിയോകളൊക്കെ ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിലെ വീഡിയോകൾ ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ പാടുള്ള പരിപാടിയല്ല. 1-2 ക്ലിക്കിൽ ചാനലിലെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. അല്ലെങ്കിൽ മൊത്തം കൂടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് 10, 20, 30 വീഡിയോകൾ വരെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു പരിപാടി നമ്മുടെ യൂട്യൂബ് ചാനൽ, നമ്മൾ ചിലപ്പം മാസങ്ങൾ, വർഷങ്ങൾ കഷ്ടപ്പെട്ട് ഒരു ചാനൽ ബിൽഡ് ചെയ്തുകൊണ്ട് വന്ന ആ ചാനലിനെ നശിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ചാനലിലെ വീഡിയോകൾ ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. എനിക്ക് ഇതേപോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോകൾ, ഒരു 8 വർഷത്തോളം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോകൾ, അന്ന് യൂട്യൂബിന്റെ പോളിസി വയലേറ്റ് ചെയ്യുന്ന കണ്ടന്റ് ആയിരുന്നില്ല അത്. എന്നാൽ ഇപ്പം 2023-24 വന്നു കഴിഞ്ഞപ്പോൾ ആ കണ്ടന്റുകളൊക്കെ തന്നെ യൂട്യൂബിന്റെ പോളിസി വയലേഷൻ ആണ്. ആ വീഡിയോകൾക്കൊക്കെ നല്ല റീച്ചുമുള്ള വീഡിയോകളാണ്. അപ്പം ആ വീഡിയോകൾ എന്റെ ചാനൽ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ ടെർമിനേറ്റ് ചെയ്യും, സസ്പെൻഡ് ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ ഈ റീച്ചുള്ള വീഡിയോകളെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഏകദേശം ഒരു 10-20 വീഡിയോകൾ ഡിലീറ്റ് ചെയ്ത് ഏകദേശം 30-40 ലക്ഷത്തിനടുത്ത് വ്യൂ എനിക്ക് ഒറ്റയടിക്ക് ആ വീഡിയോകൾ ഡിലീറ്റ് ചെയ്യുന്നതിലൂടെ നഷ്ടപ്പെട്ടു. വ്യൂ മാത്രമല്ല, ആ വീഡിയോകളിൽ നിന്ന് വന്ന വാച്ച് ടൈമോടാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. അപ്പം അങ്ങനെ ഒരു പരിപാടി ഞാൻ എൻ്റെ ചാനൽ ചെയ്തതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിലൊന്നും എനിക്ക് പഴയ പോലെ റീച്ച് കിട്ടാതെയായി. ആ ഒരു കാര്യം ഞാൻ പലരുമായിട്ട് ഷെയർ ചെയ്തപ്പം എല്ലാവരും പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്നാണ്. പക്ഷേ ഇങ്ങനെ ബൾക്കായിട്ട് നമ്മുടെ ചാനലിൽ നിന്ന് ഒരുപാട് വീഡിയോകൾ ഡിലീറ്റ് ചെയ്ത് കഴിയുന്ന ഉടനെ വ്യൂ വരത്തില്ല, അല്ലെങ്കിൽ വ്യൂ നഷ്ടപ്പെടും, ഇംപ്രഷൻസ് പോകും എന്നുള്ള കാര്യം അത് ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. ഞാൻ പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഒരു ചാനലിൽ 2 ചാനലിൽ ഞാൻ ഈ കാര്യം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു മെയിൻ ചാനൽ ഞാൻ ഇതേ പരിപാടി ചെയ്ത് പിന്നെ ഞാൻ കുറേ കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ആ ചാനലൊന്ന് വീണ്ടും കയറ്റിക്കൊണ്ട് വന്നത്. അതേപോലെ തന്നെ വേറൊരു ചാനലിൻ്റെ ഉണ്ട്. ആ ചാനലിൽ ഞാൻ ഇതേ പരിപാടി ചെയ്ത് റീയൂസ്ഡ് കണ്ടന്റ് ആണ് ആ ചാനലിൽ വന്നത്. കുറേ റീയൂസ്ഡ് കണ്ടന്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ മില്യൺസ് കോടിക്കണക്കിന് വ്യൂ ഉള്ള വീഡിയോകൾ വരെ എനിക്ക് ആ ചാനലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ആ ചാനൽ നേരെ ആയിട്ടില്ല. അതായത് ലക്ഷക്കണക്കിന് വ്യൂ വന്നുകൊണ്ടിരുന്ന ചാനൽ പിന്നീട് ആ ചാനലിൽ വ്യൂ വരുന്നേ ഇല്ല. ഇപ്പൊ ഞാൻ ആ ചാനലിൽ അധികം വർക്ക് ചെയ്യുന്ന പോലുമില്ല. സത്യത്തിൽ ഇപ്പൊ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 500-600 വ്യൂ ഒക്കെ വരുന്നുള്ളൂ. ഇപ്പോഴും നിങ്ങൾ ആ ചാനലിൽ കയറി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പോപ്പുലർ വീഡിയോസിൽ കോടി വ്യൂവിന് മുകളിലേക്കുള്ള വീഡിയോകൾ ഇപ്പോഴും ആ ചാനലിലുണ്ട്. ആ ചാനലിൽ മോണിറ്റൈസ്ഡ് ആയിരുന്നു, ഇപ്പോഴും ആ ചാനൽ മോണിറ്റൈസ്ഡ് ആണ്. പക്ഷെങ്കിൽ വ്യൂ വരുന്നില്ല. കാരണം റീയൂസ്ഡ് കണ്ടന്റ് കാരണം ഞാൻ ഒരുപാട് വീഡിയോകൾ മില്യൺസ് വ്യൂ ഉള്ളത് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടതായിട്ട് വന്നു. ഈ ഒരു പ്രശ്നം സത്യത്തിൽ യൂട്യൂബിലെ എങ്ങും പോളിസിയിലെങ്ങും എഴുതി വെച്ചിട്ടുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരു എക്സ്പീരിയൻസ് ചെയ്തവർക്ക് ഇത് കറക്റ്റായിട്ട് പറയാനായിട്ട് പറ്റും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകും എന്നുള്ള കാര്യം. നമ്മുടെ യൂട്യൂബ് സുഹൃത്തുക്കളൊക്കെയുള്ള ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പിലൊക്കെ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ അവരാരും ഇങ്ങനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എഗ്രി ചെയ്തില്ല. കാരണം അവരൊക്കെ അവരുടെ ചാനലിലെ വീഡിയോകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ 1-2 വീഡിയോകൾ വല്ലപ്പോഴും ഡിലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അവർ ബൾക്കായിട്ട് അവരുടെ ചാനലിലെ വീഡിയോകൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അവരൊക്കെ നമ്മൾ ഈ പറയുന്ന കാര്യത്തെ അതങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ് അവരതിനെ എതിർക്കുന്നത്. പക്ഷെങ്കിൽ ഈ ഒരു കാര്യം എക്സ്പീരിയൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ ചാനലിൽ നിന്ന് കുറേയധികം വീഡിയോകൾ ഡിലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ചാനലിന്റെ റീച്ച് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. കാരണം ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെടും. പലരും വീഡിയോകൾ ഡിലീറ്റ് ചെയ്യുന്നതിനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് കണ്ട് ഡിലീറ്റ് ചെയ്ത് കളയും. പക്ഷെങ്കിൽ യൂട്യൂബിന്റെ പോളിസി വയലേഷൻ വല്ലതും ഉള്ള വീഡിയോകൾ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാതെ വേറെ രക്ഷയില്ല, ഡിലീറ്റ് ചെയ്യുക തന്നെ ചെയ്യണം. അതല്ലാത്ത എന്തെങ്കിലും വീഡിയോകൾ നമ്മളിപ്പോൾ ഒരു പ്രൊമോഷൻ ചെയ്തു അത് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിലും വേണമെങ്കിൽ നമുക്കത് പ്രൈവറ്റ് ആക്കി വെക്കാം. അത്രയും വാച്ച് ടൈമും അത്രയും വ്യൂവും നമ്മുടെ ചാനലിൽ നഷ്ടപ്പെടത്തില്ല. നമ്മൾ ഒരുമിച്ച് കുറേ വീഡിയോകൾ ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒറ്റയടിക്ക് നമ്മുടെ ചാനലിന്റെ റീച്ചാണ് നഷ്ടപ്പെടുന്നത്. ഒറ്റയടിക്ക് അത്രയും വാച്ച് ടൈമും ലൈക്കും കമന്റും അതേപോലെ തന്നെ വ്യൂ ആണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അത് നമ്മുടെ ചാനലിനെ ടോട്ടൽ ചാനലിന്റെ സ്റ്റാൻഡിങ്ങിനെ അത് ബാധിക്കും, നമ്മുടെ ചാനലിന്റെ റീച്ചിനെ അത് നഷ്ടപ്പെടുത്തും. ഇന്ന് ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ ഇന്ന് യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു. ഒരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ ഇതേ കാര്യത്തെക്കുറിച്ച് യൂട്യൂബിൽ വീഡിയോ ചെയ്തിരിക്കുന്നത് കണ്ടു. അപ്പൊ ഞാൻ അന്നേരം വിചാരിച്ചു ഇതേ സെയിം അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇങ്ങനെ ഒരു
കാര്യമുണ്ട്. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാവുന്ന കണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ചാനലിലെ വീഡിയോകൾ ഡിലീറ്റ് ചെയ്യേണ്ട വരരുത്. കാരണം നമ്മൾ കഷ്ടപ്പെട്ട ഒരു ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരും, അവസാനം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ഒന്നുകിൽ റീയൂസ്ഡ് കണ്ടന്റ് അല്ലെങ്കിൽ പോളിസി വയലേഷൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ വീഡിയോകൾ ഡിലീറ്റ് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല രീതിയിൽ പോകുന്ന ചാനലാണെങ്കിൽ പെട്ടെന്ന് അത് ഡൗൺ ആവും, അതിന്റെ പരിപാടി അവിടെ തീരും. അതുകൊണ്ട് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പം യൂട്യൂബിന്റെ പോളിസീസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അതേപോലെ റീയൂസ്ഡ് കണ്ടന്റുകളൊന്നും വരാതെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ചാനലിനെ മുമ്പോട്ട് കൊണ്ടുപോകുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു പരുവത്തിലെത്തി നിങ്ങളൊന്ന് സ്റ്റാൻഡ് ആയി എന്ന് തോന്നുന്ന സമയത്ത് അവിടെ നിങ്ങൾ താഴേക്ക് വീണ്ടും പോകും. മനസ്സിലായോ? അതായത് റീയൂസ്ഡ് കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പിന്നീട് പറ്റത്തില്ല. മനസ്സിലായി? ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിൽ വെച്ചേക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ചാനൽ ബിൽഡ് ചെയ്ത് ഒരു പരുവത്തിനാക്കും, പിന്നെയും നിങ്ങൾ ആദ്യം തൊട്ട് തുടങ്ങേണ്ടതായിട്ട് വരും. ഇങ്ങനെ ഒരുപാട് വീഡിയോകൾ ബൾക്കായിട്ട് ഡിലീറ്റ് ചെയ്തതിനു ശേഷം, അതായത് ഈ റീയൂസ്ഡ് കണ്ടന്റ് ഒക്കെ വന്ന് കുറെ വീഡിയോകൾ ഡിലീറ്റ് ചെയ്തതിനു ശേഷം വീണ്ടും ചാനൽ ആ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ചിലപ്പോൾ പറ്റിയെന്നും വരത്തില്ല. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. ഇങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ചാനലിലെ എല്ലാ വീഡിയോകളും യൂട്യൂബ് പോളിസി ഫോളോ ചെയ്യുകയും അതേപോലെ തന്നെ റീയൂസ്ഡ് കണ്ടന്റ് അല്ലാത്ത നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ തന്നെ അപ്ലോഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ കുറെ കാലം കഴിയുമ്പോൾ നിങ്ങളുടെ ചാനലിലെ വീഡിയോകളൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ചാനലിനെ മൊത്തം റീച്ചും അത് നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഞാൻ മുമ്പേ പറഞ്ഞ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിന്റെ കാര്യം പറഞ്ഞില്ല, ഞാൻ ഒരു 40 ലക്ഷം വ്യൂ ഉള്ള വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞല്ലോ. ആ സെയിം കണ്ടന്റ്, ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്ന അടക്കം അത് ഞാൻ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് നമ്മുടെ ഈ ഒരു ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. എവിടെയോ കിടപ്പുണ്ട്, അത് ഏത് കണ്ടന്റ് ആണെന്നുള്ളത് തപ്പിയെടുക്കേണ്ടി വരും. അത് ആ ഒരു സംഭവം, ആ ഒരു ടോപ്പിക്ക് ഞാൻ നേരത്തെ ചെയ്തതാണ്, വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പൊ അതിനുശേഷം ചാനലിന്റെ അവസ്ഥ, അതിന് മുമ്പുണ്ടായിരുന്ന ചാനലിന്റെ അവസ്ഥയൊക്കെ കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോകൾ ഡിലീറ്റ് ചെയ്തതിനു ശേഷം, ബൾക്കായിട്ട് ഡിലീറ്റ് ചെയ്തതിനു ശേഷം ചാനലിന്റെ അവസ്ഥ വല്ലാത്ത മോശം അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. ആരുടെയും ചാനലിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടായിക്കൊണ്ട് വരുന്നതാണ് ഈ ചാനൽ എന്ന് പറയുന്ന സാധനം. നമ്മുടെ നല്ല എഫോർട്ട് ഉണ്ട്. ചുമ്മാ ഒരു ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുകയോ വ്യൂ ഉണ്ടാകുകയോ ഒന്നും ചെയ്തില്ല. അതിന്റെ പുറകിൽ നല്ല കഷ്ടപ്പാടുണ്ട്. അപ്പൊ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമുക്ക് ഈ അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.